ഹലോ ഗായ്സ്, നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 2 ദിവസമായിട്ട് എടുത്തിട്ടുള്ള വീഡിയോ ആണ്. നമ്മുടെ ആദ്യത്തെ ഒരു ഭാഗം എന്ന് പറയുന്നത് ഞാനും എബിച്ചാനും കിച്ചൂസും കൂടെ നേരെ പത്തനാപുരത്ത് വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളുടെ ഫ്രണ്ടായ കോശിച്ചാനും കൂടി വരുന്നുണ്ട്. ഞങ്ങളുടെ കൂടെ കാറിൽ വന്നില്ല, നമ്മുടെ വണ്ടിയുടെ പുറകിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളവിടെ ചെന്നു, കുറേ നേരം കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടേ ഇരുന്നു. നമ്മളൊരു സൺഡേ ആയിരുന്നേ പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ രാവിലെ ഞാൻ ഫുഡൊന്നും വീട്ടിലുണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. വീട്ടിൽ ചെന്നിട്ട് നേരെ കഴിക്കാമെന്ന് വെച്ചിട്ട് ഞാൻ ഒന്നും തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് മമ്മി നേരെ അടുക്കളയിലേക്ക് വന്നു. നമ്മുടെ ബീഫ് കറി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല അടുപ്പിലൊക്കെ ചെയ്തിട്ട് നല്ല അടിപൊളി ബീഫ് കറി ഉണ്ടായിരുന്നേ. അങ്ങനെ ബീഫ് കറിയൊക്കെ കൂട്ടിയിട്ട് ഞങ്ങളെല്ലാവരും കൂടി ചോറ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ബീഫ് കറി ഉണ്ടായിരുന്നു, തോരൻ ഉണ്ടായിരുന്നു, പിന്നെ രസം, അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ചീനി വേവിച്ചതുണ്ടായിരുന്നേ, കപ്പ വേവിച്ചതൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മളെല്ലാവരും കൂടിയൊക്കെ ചേർന്നിട്ട് അങ്ങനെ വേറെ പാത്രത്തിലോട്ടൊക്കെ അങ്ങോട്ട് മാറ്റി എല്ലാ ഡൈനിങ് ടേബിളിൻ്റെ മണ്ടയിൽ സെറ്റാക്കി. ആ ഒരു സമയം കൊണ്ട് എബിച്ചാനും ചാച്ചനും കോശിച്ചാനും എല്ലാവരും കൂടി അവിടെ ഇരുന്ന് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴത്തേക്ക് എബിച്ചാനൊരു കോള് വന്നിട്ട് എബിച്ചാൻ നേരെ പുറത്ത് പോയി കോള് ചെയ്യുന്നുണ്ടായിരുന്നേ. അങ്ങനെ അവിടെ നിന്നൊക്കെ വിളിച്ചുകൊണ്ട് വന്ന് ഞങ്ങളെല്ലാവരും കൂടി ചേർന്നിട്ട് ഫുഡൊക്കെ കഴിക്കുകയാണ്. അപ്പോൾ എല്ലാം കൂടി സെറ്റ് ചെയ്ത് ഡൈനിങ് ടേബിളിൻ്റെ മണ്ടയിൽ തന്നെ വെച്ച് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഒക്കെ ചേർന്നിരുന്ന് ഫുഡൊക്കെ കഴിച്ചു. അവർ പിന്നാണ് കേട്ടോ കഴിച്ചത്, വീട്ടിലുണ്ടായിരുന്ന എല്ലാവരും കൂടെ പിന്നാണ് കഴിച്ചത്. ഞങ്ങൾ 3 പേരുടെ ഫുഡൊക്കെ കഴിച്ചു, കാര്യമൊക്കെ പറഞ്ഞ് നല്ല ജോളിയായിട്ട് അടിച്ച് പൊളിച്ച് ഫുഡൊക്കെ കഴിച്ചു. യാത്രയൊക്കെ പറയാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ, കാരണം എബിച്ച നാളെ പോവുകയാണല്ലോ. അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും കൂടെ യാത്ര പറയാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു. പിന്നെ നമ്മുടെ കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അതായത് കിച്ചൂസിൻ്റെ സൈക്കിള്, എൻ്റെ തയ്യൽ മെഷീൻ, അങ്ങനെയൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അതൊക്കെ എടുക്കേണ്ടതുണ്ടായിരുന്നതുകൊണ്ടാണ് കേട്ടോ നമ്മൾ പെട്ടെന്ന് പോയതായിരുന്നു. അങ്ങനെ അതൊക്കെ എടുക്കാനും കൂടി വേണ്ടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ആ ഒരു സമയം കൊണ്ട് കിച്ചൂസ് അവിടെ എല്ലാം കിടന്ന് ഓടിക്കളിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഏകദേശം ഒരു ഉച്ചയൊക്കെ ആയി പോയിട്ട് സന്ധ്യയൊക്കെ ആയപ്പോഴത്തേക്കാണ് കേട്ടോ തിരിച്ചു വന്നത്. അത്ര നേരം അവിടെ ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞു, ഫുഡൊക്കെ കഴിച്ചു, ചായയൊക്കെ കുടിച്ചിട്ടാണ് ഇറങ്ങിയത്. അങ്ങനെ എല്ലാത്തിൻ്റെയും വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ചൊക്കെ വീഡിയോസുകൾ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. നമ്മളങ്ങനെ ഇറങ്ങാൻ നിന്ന സമയത്ത് എബിച്ചാൻ പറഞ്ഞു, അങ്ങ് നമുക്ക് നമ്മുടെ റോഡിങ്ങനെ മേലോട്ട് പോകുമ്പോൾ അവിടെ മയിലാടുംപാറ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗത്ത് കോശാൻ അങ്ങനെ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കോശാനും എബിച്ചാനും കൂടെ ആ ഒരു ഭാഗമൊക്കെ ഒന്ന് കാണാൻ പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈമിൽ സാവുമാശനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ കുറച്ച് ചെടിയൊക്കെ അവിടെ നിന്ന് പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നേ, കാരണം നമുക്ക് വീട്ടിൽ കൊണ്ടുപോയിട്ട് അതിങ്ങനെ വെക്കാമല്ലോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ എന്തായാലും അവിടെയൊക്കെ പോയി കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടെ പോവാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയായിരുന്നു. അപ്പോഴേക്കും എല്ലാവരും റോഡിൽ വന്ന് നിന്നിട്ടുണ്ടായിരുന്നേ. സ്നേഹം നല്ല രീതിയിൽ അപ്പൂസിപ്പോൾ ഭയങ്കര ഉപദ്രവമൊക്കെയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാം കഴിഞ്ഞു നേരെ ഞങ്ങൾ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും കൊച്ചോമ്മയും കൊച്ചോപ്പയും ലോറാമ്മയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. കാരണം എബിച്ചാന് കൊണ്ടുപോകാനുള്ള അച്ചാറൊക്കെ ഇടേണ്ടതുണ്ടായിരുന്നു. മാങ്ങ അച്ചാർ, മീനച്ചാർ, പിന്നെ ഈ മാങ്ങ നമ്മൾ വെള്ളക്കിടത്തില്ലേ, അതൊക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ബീഫ് നമ്മൾ നോക്കിയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, കാരണം ഞായറാഴ്ച രാവിലെ നമ്മൾ ബീഫ് വാങ്ങിക്കാൻ പോയ സമയമായപ്പോഴത്തേക്ക് ബീഫ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ തിങ്കളാഴ്ച പോകുന്നതിൻ്റെ അന്ന് രാവിലെ വാങ്ങിച്ച് ചെയ്യാമെന്ന്. പക്ഷേ ഞങ്ങൾ രാവിലെ പോയിട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വീട്ടിൽ പോകുന്നതിന് മുന്നേ തന്നെ മീൻ അതിനകത്ത് അരപ്പൊക്കെ തേച്ച് ഫ്രിഡ്ജിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും കുറച്ച് അരപ്പൊക്കെ പിടിച്ചിങ്ങനെ ഇരിക്കുമല്ലോ. അങ്ങനെ കൊച്ചുമ്മി വന്നിട്ട് മാങ്ങാച്ചാറിട്ടു. അതിൻ്റെ കൂടെ അപ്പോഴത്തേക്ക് ഞാൻ നമ്മുടെ മീനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ദുബായിൽ നിന്ന് കൊണ്ടുവന്ന നമ്മുടെ ചെമ്പാണ് കേട്ടോ, ചെമ്പല്ല ഉരുളിയാണ്. അപ്പോൾ അതിനകത്താണ് ഞാൻ മീനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. ആദ്യത്തെ ഒരു റൗണ്ട് ഫ്രൈ ചെയ്ത് മാറ്റി, പിന്നെ രണ്ടാമത്തതും കൂടി ഇട്ടപ്പോഴത്തേക്ക് ഏകദേശമൊക്കെ കഴിയാറായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നിട്ട് ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം കൂടെ ഒക്കെ ഒന്ന് റെഡിയാക്കി എടുത്തു. അപ്പോഴേക്കും കൊച്ചുമ്മി അവിടെ മറ്റേ നമ്മുടെ വെള്ളക്കിടുന്ന അച്ചാറില്ലേ, അതും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ സാധനങ്ങളൊക്കെ കൊണ്ടുവെടുത്ത് വെച്ചിരിക്കുന്നതാണ്, ഗോതമ്പൊന്നും കൊണ്ടുപോകാൻ വെച്ചിരിക്കുന്നതല്ല. വീട്ടിൽ പോയിട്ട് വന്നപ്പോഴത്തേക്ക് കുറേ ചേമ്പും കുറേ ബേക്കറി സാധനങ്ങളും പിന്നെ ഇതായിരിക്കുന്ന ഒരു ചക്ക, ഇതെല്ലാം കൂടെ ഒക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ചു രാത്രി തന്നെ അങ്ങ് പറ്റുന്നിടത്തോളം പാക്ക് ചെയ്യാമെന്ന് വെച്ചിട്ട് ഞാനും എബിച്ചാനും കൂടെ ചേർന്ന് രാത്രി തന്നെ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുന്നുണ്ടായിരുന്നു. ഇത് ഞാൻ വന്നപ്പോൾ കൊണ്ടുവന്ന പെട്ടിയാണ്. തിരിച്ചു പോകുമ്പം മറ്റേ കാർട്ടൂൺ ബോക്സിൽ കൊണ്ടുപോകുന്നില്ല എന്ന് വെച്ചു, കാരണം ഇങ്ങോട്ട് വരുമ്പോഴൊക്കെ അതൊക്കെ വാങ്ങിക്കാൻ പോകണം, ഭയങ്കര ചടങ്ങാണ്. അതുകൊണ്ട് പെട്ടിയിൽ കൊണ്ടുപോകാമെന്ന് വെച്ചിട്ട് പെട്ടിയൊക്കെ ഒന്ന് തുടച്ചൊക്കെ ഒന്ന് പൊടി തട്ടിയൊക്കെ ഒന്ന് എടുത്തു. പിന്നെ ഒരു ചക്ക
ഞാൻ പറഞ്ഞില്ലേ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണേ. അപ്പോൾ അതിൻ്റെ ആ ഒരു തുമ്പൊക്കെ വെട്ടിക്കളഞ്ഞിട്ട് അതിൻ്റെ കറ ഇങ്ങനെ ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുമല്ലോ, അതുകൊണ്ട് നമ്മൾ കവറിലൊക്കെ ആക്കാമെന്ന് വെച്ചു. വരിക്കച്ചക്ക ആയിരുന്നു, നമ്മുടെ വീട്ടിൽ ചക്ക ഉണ്ടായിരുന്നില്ല. മമ്മി ആരെയോ കൊണ്ടോ വേറെ എവിടുന്നോ ഇങ്ങനെ കയറൊക്കെ കെട്ടി ഇറക്കി തറയിൽ വീണാൽ അത് ചതഞ്ഞു കഴിഞ്ഞാൽ ചീത്തയായി പോകത്തില്ലേ, അതുകൊണ്ട് തന്നെ കയറൊക്കെ വെച്ച് കെട്ടിയിട്ട് താഴെ ഇറക്കി തന്നതായിരുന്നു. അപ്പോൾ എബിശ അവിടെ ചെന്നിട്ട് പറഞ്ഞു അവിടെ നമ്മൾ സാധനങ്ങൾ കൊണ്ടുപോയതിൽ ഏറ്റവും ഹൈലൈറ്റ് ഇവിടുത്തെ ചക്കയായിരുന്നെന്നാണ്. കാരണം അവിടെ ഉള്ളവരൊന്നും കുറേ കാലങ്ങൾക്ക് ശേഷം ഇങ്ങനെ കഴിക്കാതിരിക്കുന്ന ഒരു ഐറ്റം അല്ലേ, അപ്പോൾ അത് വെച്ചിട്ട് ഭയങ്കര ഒരു ഹൈലൈറ്റ് തന്നെയായിരുന്നു എന്ന് പറഞ്ഞു കേട്ടോ ചക്ക കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. സാധാരണ ഇതൊന്നും അങ്ങനെ കൊണ്ടുപോകുന്നതല്ല, പക്ഷേ ഇത്തവണ എന്തോ കൊണ്ടുപോയി. ഞാൻ വീട്ടിൽ നിന്നും കൂടെ നമ്മൾ കൊണ്ടുവന്നതല്ലേ, അപ്പോഴത്തേക്ക് എന്തായാലും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. വെയിറ്റ് കൂടുതലാണെന്നുണ്ടെങ്കിൽ പകുതി എടുക്കാമെന്ന് വിചാരിച്ചാണ്, പക്ഷേ വെയിറ്റ് ഒന്നും അങ്ങനെ ഓവറായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ ഫുള്ളും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അതൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ്. എത്ര തുടച്ചാലും വീണ്ടും വീണ്ടും ആ ഒരു കറ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കത്തില്ലേ, അപ്പോൾ എന്താ ചെയ്യേണ്ടത് എവിടാ ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ലാണ്ട് നമ്മളതിൻ്റെ മണ്ടയിൽ തുണിയൊക്കെ എടുത്തിട്ട് ആ ഒരു ഇതൊക്കെ വെച്ചിട്ടൊന്ന് ചുറ്റിയെടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയെങ്കിലും ഒക്കെ അതിൻ്റെ ആ ഒരു കറ പോകുമല്ലോ എന്ന് വെച്ചു. പക്ഷെ കാര്യമില്ല കേട്ടോ, നമ്മളിപ്പോൾ അത് കട്ട് ചെയ്ത് കളഞ്ഞതല്ലേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ അതിനകത്തുനിന്ന് ഇങ്ങനെ കറ പൊയ്ക്കൊണ്ടേ ഇരിക്കും. എന്തായാലും തുണിയൊക്കെ വെച്ചിട്ട് നമ്മളിങ്ങനെ അടിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ആ ഒരു ബിഗ് ഷോപ്പറിലും കൂടെ ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഏകദേശമൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ രാത്രി തന്നെ പാക്കിംഗ് ഒക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. പിന്നെ നമ്മൾ കുറേ ബേക്കറി സാധനങ്ങളൊക്കെ കൊച്ചുമ്മയൊക്കെ കുറച്ച് ബേക്കറി സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അലുവയും ചിപ്സും ഒക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വീട്ടിൽ നിന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് അങ്ങനെ ഓവറായിട്ടൊന്നും വാങ്ങിക്കേണ്ടി വന്നില്ല, കാരണം ഈ ഒരു സാധനങ്ങളൊക്കെ ആയപ്പോൾ തന്നെ ഏകദേശം 28 കിലോ അടുപ്പിച്ച് തന്നെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഓവറായിട്ട് സാധനങ്ങളൊന്നും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. ഇതൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ ബീഫ് കിട്ടാത്തതിൻ്റെ ഒരു വിഷമം എനിക്കും നല്ല രീതിയിലുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ചീനിയും കൂടെ ഒക്കെ വാങ്ങിക്കണമെന്ന് വിചാരിച്ചു, പക്ഷേ ടൈം ആയപ്പോഴത്തേക്ക് അതൊന്നും നടന്നില്ല. കാരണം ആ ഒരു ചേമ്പിൻ്റെ വിത്ത് വീട്ടിൽ പോയപ്പോൾ മമ്മി തന്നു വിട്ടയാണേ. അപ്പോൾ അതിൻ്റെ കൂടെയും കൂടി ഇട്ടൊന്ന് പുഴുങ്ങി എടുക്കാമെന്ന് വെച്ചിട്ടാണ്, പക്ഷെ അതൊന്നും നടന്നില്ല. പിന്നെ മമ്മി വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് ഈ ചക്കക്കുരു നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത്, അതായത് അവർക്ക് അവിടെ ചെല്ലുമ്പം തന്നെ റെഡിയാക്കി എടുക്കുന്ന രീതിയിൽ കട്ട് ചെയ്ത് തന്നു വിട്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഫ്രീസറിൽ വെച്ച് നന്നായിട്ട് ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഇപ്പോൾ രാത്രിയിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല, പോകാൻ പോകുന്നതിൻ്റെ കുറച്ച് നേരം മുമ്പാണ് കേട്ടോ എടുത്ത് വെച്ചത്. അപ്പോൾ ഏകദേശം പിന്നെ തൈരൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കൊണ്ടുപോയി. അങ്ങനെ ഒരു ഏകദേശം അടുത്ത ദിവസം വൈകിട്ടൊക്കെ ആയപ്പോഴത്തേക്ക് പെട്ടിയെല്ലാം പാക്ക് ചെയ്തു. നമ്മൾ ഏകദേശം എല്ലാം റെഡിയായി. കോശിച്ചാച്ചനും അക്സയും വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കോശിച്ചാച്ചനും അക്സയും ഞാനും കിച്ചൂസും മാത്രമേ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ പെട്ടിയെല്ലാം പാക്ക് ചെയ്തു, നല്ല ലോഡ് ചെയ്തു. പിന്നെ കൊച്ചോപ്പ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതിനകത്ത് നമ്മൾ സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ട് എല്ലാം റെഡിയാക്കി ഞങ്ങൾ ഇവിടെ നിന്ന് പോവുകയാണ്. ഇനി എപ്പോഴാണ് വരുന്നത് എന്നൊന്നും അറിയില്ല. ഒക്ടോബറിലേക്ക് ലീവുണ്ട്, അപ്പോഴത്തേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഞങ്ങൾ സമയത്തിന് തന്നെ നമുക്ക് എയർപോർട്ടിൽ എത്താൻ പറ്റി. കുറേയൊക്കെ ചുറ്റിക്കറങ്ങി വഴിയൊക്കെ ഒന്ന് തെറ്റിപ്പോയി. ഇപ്പോൾ റോഡ് പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് കുറേയൊക്കെ ചുറ്റി കേട്ടോ. എന്തായാലും ഏകദേശം കറക്റ്റ് സമയത്തിന് തന്നെ എന്തായാലും എത്താൻ പറ്റി. നമ്മൾ നേരെ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ എബിച്ചാൻ അകത്ത് കയറി ചെക്കിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾ അവിടെ നിന്ന് വിട്ടു പോയിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം എന്തെങ്കിലും മാറ്റാനോ എടുക്കാനോ ഒക്കെ ഉണ്ടെങ്കിലോ എന്ന് വെച്ചിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പോകാൻ നേരം പിന്നെ വീണ്ടും ഒരു യാത്ര പറച്ചിലുള്ളതാണല്ലോ. അങ്ങനെ എന്തായാലും യാത്ര പറച്ചിലിൻ്റെയൊക്കെ ഒടുവിൽ ആശാൻ നമ്മുടെ അടുത്ത് നിന്നും പോയിട്ടുണ്ട്. ഇനി എപ്പോഴെങ്കിലും വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയും വിശേഷങ്ങളും ഇതൊക്കെയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബായ്.